നമ്മുടെ മനുഷ്യരിൽ 180% ആളുകളും മറ്റുള്ളവരുടെ ലൈഫാണ് ജീവിച്ചു തീർക്കുന്നത്. അവരെന്ത് വിചാരിക്കും? അവർക്ക് വിഷമമായാലോ? അവരെ സന്തോഷിപ്പിക്കണം. അതിൻ്റെ ഇടയിൽ സ്വന്തം സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒരു തരത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. സത്യമല്ലേ? അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഞാൻ. ലൈഫിൽ നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പഠിക്കണം, ബൈ പറയേണ്ട അടുത്ത് ബൈ പറയാം. അതൊന്നുമില്ലെങ്കിൽ ഒരു തുടക്കമാവാം, അല്ലെങ്കിൽ ഒരു അവസാനം. ഹലോ ഹലോ ആ എടാ, നീ ഇതുവരെ ഡയറക്ടർ പോയി കണ്ടില്ലേ? എടാ, നീ എന്ത് പണിയാ കാണിക്കണേ? അവര് ഷൂട്ട് ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. എടാ, ഇതൊരു നല്ല ചാൻസാ. നീ ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ആലോചിച്ച് വിഷമിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്നാണ്ട. ഹലോ എടാ, ഞാൻ ഇപ്പോൾ വിളിക്കാം. നീ എന്തേലും ചെയ്. ഹലോ. പിന്നെ അടവ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാളാണ്, അത് മറക്കണ്ട. പിന്നെ ഹോസ്പിറ്റലിൽ പോകാറായിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടാവും എന്നറിയാം, എന്നാലും പറഞ്ഞതാ. ഓർമ്മയുണ്ട്, ഞാൻ എത്താം. ആടാ ഹലോ എടാ, ഞാൻ പോകുന്നില്ല. എടാ, ഒരു മരം മറ്റടുത്ത വർത്തനം പറയലേ. എടാ, എത്ര കഷ്ടപ്പെട്ടത് കിട്ടിയെന്ന് നിനക്കറിയാലോ. ഇത് അവസാനത്തെ കച്ചുരുപ്പാ. എനിക്ക് വയ്യ ഇതും പറഞ്ഞു പിന്നെ നിന്റെ പിന്നാലെ നടക്കാൻ. ശരത്തെ, താൻ കഴിഞ്ഞ മാസം ടാർജറ്റ് മുട്ടിച്ചിട്ടില്ല. ഈ മാസം ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാം. പകരം വേറെ ഡയറക്ടറെ നേരിട്ട് പോയി കാണാനാ പറഞ്ഞത്. നിനക്ക് എന്താ പോകാൻ പറ്റുക? നീ എന്താ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാത്ത മാസം ടാർജറ്റ് പകരം വേറെ ഡയറക്ടറെ നേരിട്ട് പോയി കാണാൻ. ഈ മാസം ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാം. ഡയറക്ടറെ നേരിട്ട് പോയി കാണാനാ പറഞ്ഞത്. നിനക്ക് എന്താ പോകാൻ പറ്റുക? സാർ, ഓർഡർ. ഒരാളോട് വരാണ്ട്, ഞാൻ പറയാം. ഓക്കെ സാർ. എന്ത് വരാൻ പറഞ്ഞു? എനിക്ക് പെട്ടെന്ന് പോകണം. ഓ, നിനക്ക് തിരക്കുണ്ടല്ലേ? നിനക്ക് മാത്രമേ ഈ ലോകത്ത് തിരക്കുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇത് ബാധകമല്ലല്ലോ. നിനക്കൊന്ന് വിളിച്ച ഫോൺ എടുക്കാനായിട്ട് വയ്യ, സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എടി, ഞാൻ പറയാം. പറ്റില്ല ശരത്തെ. നീ എന്താ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്തെ? നീ എന്താ എന്റെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തെ? എനിക്ക് വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട്. ഇങ്ങനെയാണ് എനിക്ക് വീട്ടിൽ സമ്മതിക്കേണ്ടി വരും. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എത്ര നാളെ സിനിമ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നേ. നിനക്ക് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കും നിന്നെ കൊണ്ട് നടക്കാനായിട്ട് പോണില്ലെന്ന്. കുറച്ച് നേരായി. നിനക്ക് മാത്രം ഫീലിങ്സ് ഉള്ളോ? ഞാൻ പാവയാ. എനിക്ക് മടുത്തു നിങ്ങളൊക്കെ കളിപ്പിള്ളായി നടക്കാൻ. എനിക്ക് വയ്യ. എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. അവളെ വിളിക്കണില്ല, സംസാരിക്കണില്ല. നിന്റെ 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 നീ എന്തെങ്കിലും എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പതുക്കെ. ഓ, നീ പറഞ്ഞ മാത്രം കേൾക്കണം. ഞാൻ പറയുമ്പോ പതുക്കെ അല്ലേ? നേരം എടുത്ത് വൈകുന്ന ലീവ് എടുക്കുന്ന വെച്ചാൽ സാലറി കട്ടാവും. ആ പൈസനെ ഒരു മാസം വേറെ എന്തെങ്കിലും ചെയ്യാൻ വെച്ച് വയ്യെങ്കിലും പണിക്ക് പോകും. വന്നൊന്ന് കിടക്കുന്ന വെച്ചാൽ നിന്റെ പരാതി കേൾക്കണം. കേട്ടിട്ട് 2 ദിവസം പിണക്കം. വീട്ടുകാരുടെ ഒക്കെ വേറെ. ആകെ കൂടി കിട്ടുന്ന കുറച്ച് സമയത്താണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് നടക്കുന്നത്. അന്നും വരും വീട്ടിലെ ഓഫീസിലെ പണികൾ. ഒരു ദിവസം കഴിയണമെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ ആലോചിച്ച് തീർക്കണം. അല്ല, നീ എന്താ പറഞ്ഞേ? എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നല്ലേ? അതുപോലെ നീ ആരാ? നിന്റെ വീട്ടിൽ കാര്യം വെച്ച് കിട്ടിയ അവസരം വരെ കളഞ്ഞു വന്നു നിൽക്കാൻ ഞാൻ മടുത്തു.
നിർത്തി. ഇവിടെ വെച്ച് നിർത്തിക്കുമല്ലോ. അത് കുറേ പറയണം വിചാരിക്കുന്നു. എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ശരത്ത്, ഇനി ഇത് നടപടിയാവില്ല. നീ വിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചില തുറന്ന കുറച്ചിലുകൾ നല്ലതില്ല. ബൈ പറയേണ്ടടുത്ത് അത് പറയണം. അതാണ് അവർക്കും നമുക്കും നല്ലത്. അത് ചിലപ്പോൾ ഒന്നിൻ്റെ തുടക്കമാവാം, അല്ലെങ്കിൽ ഒരവസാനം. ഞാൻ നാളെ ഡയറക്ടർ പോയി കാണാം.